ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കേട്ടോ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പോ ഇന്നത്തെ അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് ഒരു ഒപ്റ്റോമെട്രിസ്റ്റിന്റെ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഇന്ന് രാവിലെയാണ് കണ്ടത്. ആക്ച്വലി അവര് ഒരു വാക്കിൻ ഇന്റർവ്യൂ ആയിരുന്നു ഇന്നലെയും ഇന്നും. അതായത് സെപ്റ്റംബർ 14, 15 ദിവസങ്ങളിലായിരുന്നു വാക്കിൻ ഇന്റർവ്യൂ. ഒപ്റ്റോമെട്രിസ്റ്റിന്റെ ആണ്. അപ്പോൾ പ്രോമെട്രിക്കും ഡാറ്റ ഫ്ലോയും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഖത്തറിലുള്ള ആൾക്കാരൊക്കെ അവരോടൊക്കെ പോയി അറ്റൻഡ് ചെയ്യാൻ പറയാം. തന്നെയല്ല, അതിൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഒക്കെ ലേറ്റ് ആയിട്ടൊക്കെ കാണുന്നെങ്കിൽ അതിലേക്ക് ഒന്ന് CV അയച്ചിട്ടേക്ക് കേട്ടോ, കിട്ടിയാലോ ചിലപ്പം. അപ്പൊ എനിക്കൊരു വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ വേക്കൻസിയുടെ കാര്യം പറഞ്ഞിട്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് കാര്യമില്ല കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാര് ഇവിടെ ജോലി അന്വേഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ ജസീനയുടെ കിട്ട 2 ദിവസം കൊണ്ട് അത് ക്ലോസ് ആവും. അതുപോലെ തന്നെ എല്ലാ വേക്കൻസീസും അങ്ങനെയാണ്. മാക്സിമം ഒരാഴ്ച. നഴ്സസിന്റെ വേക്കൻസി ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങ് ക്ലോസ് ആവും. അതുപോലെ എല്ലാ വേക്കൻസിയും പെട്ടെന്ന് ക്ലോസ് ആവും. അതുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ചിലപ്പോൾ ആ ലിങ്ക് ഒക്കെ ക്ലോസ് ആക്കും. മൊബൈൽ നമ്പർ അവര് നമുക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയിപ്പോവും, വാട്സപ്പ് നമ്പർ ഒക്കെ ആണെങ്കിൽ. അപ്പോൾ മാക്സിമം ഒരാഴ്ച. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വേക്കൻസി ചിലതൊക്കെ ഉണ്ടാവും, പക്ഷെ ചിലതൊക്കെ ക്ലോസ് ആയി പോകും കേട്ടോ. അപ്പൊ അതൊരു ഇൻഫോർമേഷൻ ആയിട്ട് ഞാൻ പറയുവാണേ. 2 ആഴ്ചയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സുകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, വേറെ ഒരു നല്ലൊരു അപ്ഡേറ്റ് ഉണ്ട്. അതായത് ജസീന ഹ്യൂമൻ റിസോഴ്സിന്റെ തന്നെ അവര് പുതിയൊരു വേക്കൻസി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലേക്കാണ് വേക്കൻസി അവർ ഇട്ടിരിക്കുന്നത്. അതിന്റെ പോസ്റ്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്റീരിയർ ഡിസൈൻ മാനേജറിന്റെ പോസ്റ്റാണ് അത്. ഹമദ് മെഡിക്കൽ കോർപ്പറേഷനിലേക്ക് വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജസീന ഹ്യൂമൻ റിസോഴ്സ് ആണ് കേട്ടോ. അപ്പൊ അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ് ബാച്ചിലർ ഡിഗ്രി ഇൻ ഇന്റീരിയർ ഡിസൈൻ ഓർ ആർക്കിടെക്ചർ. ഇതാണ് ബാച്ചിലർ ഡിഗ്രിയാണ് അതിന്റെ ബേസിക് എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ്സ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് വേണം കേട്ടോ. 8 വർഷത്തെ എക്സ്പീരിയൻസ്, മിനിമം 8 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഇന്റീരിയർ ഡിസൈൻ. അപ്പോൾ 8 വർഷത്തെ ഇന്റീരിയർ ഡിസൈനിൽ എക്സ്പീരിയൻസ് വേണം. അറ്റ്ലീസ്റ്റ് 3 years ഇൻ മാനേജീരിയൽ ഓർ സൂപ്പർവൈസറി റോള്. അതിൽ 3 വർഷം സൂപ്പർവൈസറി റോൾ ആയിരിക്കണം. അതാണ് അതിന്റെ റിക്വയർമെന്റ്സ് കേട്ടോ. അപ്പൊ അതിന്റെ മെയിൽ IDയോ വാട്സപ്പ് നമ്പറോ എന്തെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജസീന ഹ്യൂമൻ റിസോഴ്സ് ആണ്. അതുകൊണ്ട് അവരുടെ വെബ്സൈറ്റിൽ വേക്കൻസി കിടപ്പുണ്ട്, എല്ലാവർക്കും പോയി ചെക്ക് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നേഴ്സസിന്റെ വേക്കൻസി ചോദിച്ച് എപ്പോഴും മെസ്സേജ് വരുന്നുണ്ട്. നേഴ്സസിന്റെ വേക്കൻസി, പുതിയ വേക്കൻസി, അതായത് ഇന്ന് അവർ പബ്ലിഷ് ചെയ്ത വേക്കൻസി എവിടേക്കാന്ന് വെച്ചാൽ അപ്പെക്സ് ഹെൽത്ത് കെയർ ഉണ്ട്, ഇവിടുത്തെ ഹോസ്പിറ്റലാണ് അപ്പെക്സ്. അവിടേക്ക് നഴ്സസിന്റെ വേക്കൻസി അവർ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് 15/9/2025. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ഫിൽ ആവും കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അതിന്റെ മെയിൽ IDയും കാര്യങ്ങളും ഒക്കെ വേണ്ടവര് എനിക്ക് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. ഞാന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഈ കമന്റ് എനിക്കറിയില്ല, ലിങ്ക് എനിക്ക് കമന്റിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അത് അവർക്ക് എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് അയച്ചാലേ എനിക്ക് ലിങ്ക് ഫോർവേഡ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. അപ്പം നഴ്സസിന്റെ വേക്കൻസിനെ കുറിച്ച് അവര് 3 ഇതായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒന്നാമത് ചാർജ് നഴ്സ്, അത് OPD നഴ്സാണ് കേട്ടോ. ചാർജ് നഴ്സിന്റെ വേക്കൻസി അവർ ഇട്ടിട്ടുണ്ട്, OPD നഴ്സസ്. പിന്നെ ക്ലിനിക്കൽ നഴ്സ്, NICU ക്ലിനിക്കൽ നഴ്സിന്റെ വേക്കൻസി അവർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓപ്പറേറ്റിംഗ് റൂമിലെ നഴ്സസിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അങ്ങനെ 3 ഇതായിട്ടാണ് അവരിട്ടിരിക്കുന്നത് കേട്ടോ. 3 സ്പെഷ്യലൈസേഷൻ ആയിട്ടാണ് അവര് OPD നഴ്സ്, NICU നഴ്സ്, ഓപ്പറേറ്റിംഗ് റൂം നഴ്സ് കേട്ടോ. അപ്പൊ ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് അപ്പെക്സ് ഹെൽത്ത് കെയറിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, അതിൽ അപ്ലൈ ചെയ്യാട്ടോ. ഇനി അതിന്റെ എന്തെങ്കിലും മെയിൽ IDയോ കാര്യങ്ങളോ ഒക്കെ വേണ്ടവര് എനിക്ക് കമന്റ് ചെയ്യുക, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ വേറെ 1-2 വേക്കൻസിയുടെ അപ്ഡേറ്റും കൂടെ പറയാനുണ്ട് കേട്ടോ. എല്ലാരും അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ സ്കൂളിലെ വേക്കൻസി ഒക്കെ ഏകദേശം ഫില്ലാവാനായിട്ടുണ്ടാവും ഒക്കെ. പിന്നെ നേഴ്സിംഗ് അസിസ്റ്റന്റിന്റെ വേക്കൻസി ചോദിച്ചാൽ ആരൊക്കെയോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു.
ഇവിടെ ഒരു നഴ്സറിയിൽ ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിന്റെ വേക്കൻസി അവരിട്ട് ഞാൻ കണ്ടു. അതായത് ആ നഴ്സറിയുടെ പേര് ഞാൻ പറയാം, ഹണി പോട്ട് നഴ്സറി. ഹണി പോട്ട് എന്ന് പറഞ്ഞ ദോഹയിലുള്ള നഴ്സറിയിൽ അവര് നഴ്സിംഗ് അസിസ്റ്റന്റ് നഴ്സ് അല്ലെങ്കിൽ നഴ്സറി നഴ്സ്, നമ്മുടെ നാട്ടിലെ ANM കഴിഞ്ഞവർക്കൊക്കെ ലൈസൻസ് എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് കേട്ടോ. ANMO GNMO അവർക്ക് അസിസ്റ്റന്റ് നഴ്സിന്റെ QCHP ലൈസൻസ് കിട്ടും, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് കേട്ടോ. അപ്പൊ നഴ്സറി നഴ്സ് ഹണി പോട്ട് നഴ്സറിയിലാണ് അവരാണ് ഇട്ടിരിക്കുക, ഹണി പോട്ട് നഴ്സറി. അതുപോലെ തന്നെ ഇന്നലെ എനിക്ക് വന്ന വേറൊരു കമന്റ് ആണ്, പിന്നെ MBBSകാർക്ക് ജനറൽ പ്രാക്ടീഷണേഴ്സിന് എവിടെയെങ്കിലും വേക്കൻസി കണ്ടിട്ടുണ്ടോന്ന്. എനിക്ക് സോഫാർ എപ്പോഴും സ്പെഷ്യലൈസേഷനിലാണ് എപ്പോഴും വേക്കൻസി കാണുന്നത്. എന്തെങ്കിലും സ്പെഷ്യലൈസേഷനുള്ള ആൾക്കാർക്കാണ് വേക്കൻസി കൂടുതൽ ഞാൻ കണ്ടിരിക്കുന്നത്. അതിൽ ഒരെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട്, താലേബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു ക്ലിനിക്കിന്റെ ഗ്രൂപ്പിൽ അവർ MBBSകാർക്കുള്ള ജനറൽ പ്രാക്ടീഷണേഴ്സിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ അവരുടെ വെബ്സൈറ്റിൽ പോയി നോക്കാട്ടോ, താലേബ് ഗ്രൂപ്പ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്. അപ്പോ വേറൊരെണ്ണം കൂടി ഉള്ളത് ഒരു കെയർ ഗീവറിന്റെ വേക്കൻസിയാണ് കേട്ടോ. അതായത് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണ് അത്. സ്പെഷ്യൽ നീഡ്സ് കിഡ്സില്ലേ അവർക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഫോളോ ചെയ്യുക, എന്റെ ചാനൽ ഫോളോ ചെയ്യണം കേട്ടോ. പിന്നെ വെബ്സൈറ്റിലൊക്കെ പോയി അപ്ലൈ ചെയ്യുക, വിൻ ചെയ്യുക, എൻജോയ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.